ഈ ഒരു രീതിയിൽ ആണ് കാര്യങ്ങൾ. അപ്പൊ അതിൽ നമ്മള് പൈസ മറ്റുള്ള ആൾക്കാർക്ക് നഷ്ടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പണം ചോദിച്ചു ഒരു വ്യക്തി വരും എന്നുള്ള നിലക്കല്ല ഞാൻ ഇപ്പോഴും ഈ ഐറിച്ച് എന്നുള്ള ഈ ഒരു സംവിധാനത്തിന്റെ മുന്നിൽ നിൽക്കുന്നതും എനിക്ക് ഈ കമ്പനിയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം, അവർക്ക് വേണ്ട പൈസ കിട്ടണം എന്ന് കരുതുന്നത്. ഇത് പാവപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിത മാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു പക്ഷെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ആളുകൾ അല്ലാത്ത ഒരുപാട് വ്യക്തികൾ, ക്യാൻസർ രോഗികള്, ഇവരൊക്കെ അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ ചെറിയ രീതിയിൽ കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ്സ് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തോളൂ. നമ്മൾ പിന്നെ എന്തിനു സൊസൈറ്റി ഉണ്ടാക്കി? നമ്മൾ ഈ ഐറിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമുക്ക് ആർക്കും ഒരു നഷ്ടവും ഈ കമ്പനി കാരണം വന്നിട്ടില്ലാന്നും ഐറിച്ച് ഓൺലൈൻ ഷോപ്പില് പണം നഷ്ടപ്പെട്ട ആളുകളുടെ പ്രയാസത്തുമെന്നാണ് ഈ കമ്പനിക്കെതിരെ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്നുള്ള ആ കള്ളപ്രചരണത്തിനെതിരെ ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിലേക്ക് എന്താണ് ഐറിച്ച് എന്നും ഐറിച്ചില് 8 വർഷത്തോളായി നമുക്ക് എങ്ങനെ വരുമാനം തന്നിരുന്നു എന്നും ഒരാളെ പോലും കമ്പനി വഞ്ചിച്ചിട്ടില്ല. നമുക്ക് അതേ പറയാനുള്ളൂ. വീണ്ടും ഞാൻ പറയണേ, ഐറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനി 8 വർഷത്തോളമായിട്ട് ഒരാളെ പോലും വാക്ക് തെറ്റിക്കുകയോ വഞ്ചിക്കുകയോ പറഞ്ഞ വാക്ക് തെറ്റിച്ചു കണ്ട് പൈസ ഇന്ന് തരണം, ഇന്നില്ല നാളെ തരാമെന്നൊരു വാക്ക് പറയുകയോ ചെയ്യാത്ത ഒരു കമ്പനിയാണ്. അതിനു പുറമെ കമ്പനി ഇപ്പൊ ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ട് അവർക്കുള്ള കാശ് വേറെ എവിടേക്കും മാറ്റി ചെലവഴിക്കാതെ അക്കൗണ്ടിൽ ഉള്ള ഒരു കമ്പനി ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐറിച്ച് ഓൺലൈൻ ഷോപ്പി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒത്തിരി ആളുകൾ പൊതു താല്പര്യത്തിന്റെ പേരില്, മാനുഷിക പരിഗണനയുടെ പേരില് ജനങ്ങൾക്ക് പൈസ മേടിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഊണ് ഉറപ്പുവെച്ച് ഐറിച്ചിന് വേണ്ടിയിട്ട് മാത്രം ശബ്ദിക്കുമ്പോ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെയുള്ള പല കമ്പനികളും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ പണത്തിന്റെ കണക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും ആ കമ്പനികളെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ ഇന്ന് വരെ കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ നമ്മൾ പോലും കേൾക്കാത്ത പല കമ്പനികളും നമ്മളെ കമ്പനിന്റെ പേരിൽ 3000 കോടി എന്നൊക്കെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയ ആ കമ്പനികൾക്കെതിരെ എന്താ ഇവരാരും സംസാരിക്കാത്തത്? ഇവിടെ പാതി വരക്ക് സ്കൂട്ടർ തട്ടിപ്പ് നടന്നു, എന്താണ് ഇവരാരും അതിനെതിരെ ഒരു ഗ്രൂപ്പും സംസാരം ഉണ്ടാക്കാഞ്ഞത്? ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 1.5 വർഷമായിട്ട് 42 FIR മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ്, FIR എടുക്കാത്തതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാത്തതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതോ ഈ 42 ആളല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ കമ്പനി ഞങ്ങളെ വഞ്ചിക്കാതെ എന്തിന് കമ്പനിക്ക് കേസ് കൊടുക്കണേ എന്നുള്ള നിലപാടിൽ കമ്പനിയോടുള്ള വിശ്വാസമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പൊ കേസ് കൊടുത്തോര് പോട്ടെ, ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ കേസ് കൊടുക്കുകയാണെങ്കിൽ 420 ഇട്ട് കേസ് കൊടുത്താൽ പൈസ കിട്ടാനല്ല, കമ്പനിനെ ഇല്ലാതാക്കാനാണ്. സിവിൽ കേസ് ആരും കൊടുത്തിട്ടുമില്ല, അതെന്തേ കൊടുക്കാഞ്ഞ്? അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കണില്ല. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ എന്നുള്ള ആ വാചകം പഠിക്കുമ്പോ നല്ല രീതിയിൽ നിങ്ങൾ മറ്റുള്ള പല കമ്പനികൾക്കും വേണ്ടി വീഡിയോ ചെയ്തിട്ടും പല കമ്പനികളുടെ നഷ്ടപ്പെട്ട പണം വാങ്ങിക്കൊടുത്തിട്ടും നിങ്ങൾ മാതൃകയാകണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴും 42 FIR വന്ന വിവരം മാത്രമേ കോടതിയിലും മറ്റും ഗവൺമെന്റിന്റെ മുന്നിലും ഒക്കെ ഉള്ളൂ. ഇപ്പൊ എതിർ ടീമെന്ന് ഒരാള് ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു, ജഡ്ജി പോലും എല്ലാവരും കേൾക്കുകയാണ് ഐറിച്ച് തട്ടിപ്പ് എന്ന്. ശരിയാണ്, ന്യൂസിൽ എങ്ങനെ അങ്ങനെ ഒരു തട്ടിപ്പ് എന്ന് വന്നു, അങ്ങനെ ഒരു ന്യൂസ് വരുത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ വിഷയം. അപ്പോ ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് അവരെ ബോധിപ്പിക്കാൻ, ഞങ്ങൾക്കാർക്കും കമ്പനി ഞങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധിപ്പിക്കാൻ ഇന്ന് കമ്പനി ലീഗൽ ടീമുമായി ബന്ധപ്പെട്ട് കമ്പനി കേസേറ്റ് മുന്നോട്ട് പോകുമ്പോ നമുക്ക് പറയാനുള്ള ഒരു അവസരം, ഒരു വേദി നമുക്ക് ആവശ്യമാണ്. തൃശ്ശൂർ കോടതിയിൽ എല്ലാ ദിവസവും ആ കേസ് 20 ദിവസം കൊണ്ട് ഇത് റീ ഇഷ്യൂ ആണോ പ്രസ് പ്രൊസീഡ് ആണോ എന്ന് താഴെ കോടതി തീരുമാനിക്കാൻ പറഞ്ഞ ഒരു വിഷയം 20 ദിവസത്തുനിന്ന് ദിവസങ്ങളോളം നീണ്ടുപോയി അവസാനം ഒരു ചെറിയ തീരുമാനം വന്നു.
ആ തീരുമാനം നമ്മൾ ഒരു കോടതി വിധി എന്നുള്ളതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും നമ്മൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാനും അതിൽ അവസരമുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ എല്ലാ ദിവസവും ഈ കേസ് കേൾക്കാൻ പോയി അവസാന നിമിഷം കമ്പനിക്കെതിരെ ഒരു കേസ്, കമ്പനിന്റെ പേര് ഇവർ പ്രതിയാക്കിയിട്ടില്ല എന്നും കമ്പനിയെ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കും കൂടി ചെയ്തപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് വെറുതെ നീട്ടിക്കൊണ്ടുപോവാണ്. കാരണം നമ്മൾ എല്ലാവരുടെ പൈസ അവിടെ അക്കൗണ്ടിലുണ്ട്. ഈ പൈസ വാങ്ങി എടുക്കണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആ പൈസ അവിടെ ഇട്ടിട്ട് അവർക്ക് കൃത്യമായിട്ടും വരേണ്ട സമയത്ത് അത് കിട്ടാത്തത് കൊണ്ട് അടവുകൾ മുടങ്ങിയത്, പലജാതി പ്രശ്നങ്ങൾ സഹിക്കുന്ന ആൾക്കാര്, ഇവരൊക്കെ ഉള്ള മനോവിഷമം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള നിലക്ക് ആ ദിവസം കോടതിയിൽ വന്നിട്ടുള്ള കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് നേരെ ഒരു നിയമ വിദഗ്ധനുമായി ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു അഡ്വൈസോട് കൂടി ഒരു സീനിയർ ഹൈക്കോടതി വക്കീലിന്റെ അടുത്ത് പോയി ആ വക്കീലിനോട് നമ്മളെ ഈ വിഷയങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കൂട്ടായ്മ ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അതിന്റെ പേരില് നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാം, ആക്ഷൻ കൗൺസിൽ അങ്ങനെയൊക്കെയുള്ള പല പേരും പറഞ്ഞു. പക്ഷെ നമുക്ക് കമ്പനി പണം തരാതെ മുങ്ങിയ ഒരു കമ്പനി എറിഞ്ഞു പോയതല്ല ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ പെടുത്താം എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ നമുക്ക് ബൈലോ തയ്യാറാക്കി തന്നു. ഈ ബൈലോ തയ്യാറാക്കി തന്ന് രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷമാണ് കമ്പനി ഇന്ന് ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന ഒരു ടീമിനെ ലീഗൽ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അങ്ങനെ നമ്മൾ ആ ലീഗൽ ടീമുമായി ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അപ്പോ നമ്മളന്ന് സേവ് ഐറിച്ച് എന്നുള്ള ഒരു രീതിയിൽ ഒരു ഇതാണ് കൊണ്ടുവരാം, സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി കൊണ്ടുവരാൻ നിന്നപ്പോ അവരുടെ നിർദ്ദേശം കൂടി നമ്മൾ വാങ്ങിയിട്ടാണ് റിവൈവൽ എന്നുള്ള രീതിയിൽ, കാരണം പുനർജീവിപ്പിക്കുക. ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ ജീവൻ, നിങ്ങൾ കമ്പനിയിലെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണോ ഇനിയിപ്പൊ എന്താവട്ടെ, കമ്പനി നടത്തിയോർത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അതുപോലെ തന്നെ അതിന് തിരുത്താനുള്ള അവസരം കൊടുക്കുക. എന്തൊക്കെ വഴിയുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാര് ഒരു ജീവിത മാർഗമായിരുന്നു ഇത് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണ്ടേ. വലിയ ഒരു ഇവിടെ ഇല്ലാത്ത ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനെ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ, ആ സിസ്റ്റത്തിനെ ജനങ്ങളുടെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോ, ആ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ പോരായ്മകൾ വന്നേക്കാം. അതിന് നിയമവിദഗ്ധർ എന്താണ് അതിൽ വന്ന പോരായ്മ എന്നുള്ളത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ. അതൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് താൽക്കാലിക സമയം നീട്ടിക്കൊടുത്ത് ഈ ജനങ്ങളെ ഒറ്റടിക്ക് പെരുവഴിയിലേക്കാക്കുന്ന ഈ ഒരു സിസ്റ്റമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾക്ക് പറയാനുള്ളത് നമുക്ക് പറയണം എന്നാണ്. എന്റെ കയ്യില് ഈ കമ്പനിന്റെ നമ്മൾ ഉണ്ടാക്കിയ സൊസൈറ്റി ഐറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിന്റെ ലെറ്റർ ഹെഡില് കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് കൊടുക്കാനുള്ള പരാതിയാണ്. അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ആളുകളുടെ ലോണ് അടവുകളും മുടങ്ങിയിട്ട് ബാങ്കുകളിൽ നിന്ന് വിളിച്ചിട്ടും മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ നമ്മള് ലീഗൽ ടീമുമായി സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു സാവകാശം നീട്ടിക്കൊടുക്കാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? നീ ഹൈക്കോടതിയിൽ ആയാലും വേണ്ടിയില്ല, കോടതി കേസ് ഫയൽ ചെയ്തിട്ടാലും വേണ്ടിയില്ല, ഈ ഒരു കാര്യത്തിനൊരു സാവകാശം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ലീഗൽ ടീം നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലെറ്റർ ഹെഡില് ആ ബാങ്ക് മാനേജർക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അവരെ കേസ് അവരെ ലോൺ നമ്പറും അവർ മുടക്കിയ പിന്നെ അവരുടെ അടവ് തെറ്റി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കമ്പനിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, അവർക്ക് കൊടുക്കാനുള്ള പണം ഉണ്ട്, കേസ് നടക്കുകയാണ്, സാവകാശം തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളെ ലെറ്റർ ഹെഡിൽ ഒരാൾക്ക് ആ അപേക്ഷ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് പൈസ കൊണ്ടല്ല സഹായിക്കാൻ പറ്റുക. നമ്മളെ മനസ്സുകൊണ്ടും നമ്മളെ നിയമപരമായിട്ടുള്ള പേപ്പർ വർക്കുകളും കൊണ്ട് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ വേണ്ടിയാണ് സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സൊസൈറ്റി രൂപീകരിക്കാൻ തയ്യാറായി. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോ പ്രസിഡന്റ് ആയിട്ട് എന്നോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വതന്ത്രനായിട്ട് നടക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോ വീണ്ടും അവർ പറഞ്ഞത്, നിങ്ങൾ നിർത്തി ബാക്കി പിന്നെ നോക്കാം എന്നാണ്. അങ്ങനെയാണ് ഞാൻ പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള ബിനീഷ് കുമാറാണ്. നിങ്ങൾ ആരും ഐറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള വലിയ ലീഡർമാരെ ഈ സൊസൈറ്റിന്റെ ഒരു മുകളിൽ കാണൂല.
അതിന്റെ കാരണം നമ്മൾ ആരും മാറ്റി നിർത്തിയതോ അല്ലെങ്കിൽ അവരാരും ഇതിനെ സഹായിക്കായോ അല്ല എതിർപ്പായിട്ടോ അല്ല. അന്ന് തൃശ്ശൂർ കോടതിയിൽ വന്നേ ആ ആളുകൾ പോയി ഉണ്ടാക്കിയതോ ആയതുകൊണ്ട് അവരാണ് കമ്മിറ്റിയിൽ വന്ന് പെട്ടത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ സമയത്ത് ഈ ലീഡേഴ്സായിട്ട് കുറെ ആളുകൾ അവരൊക്കെ അവരുടെ വീട്ടിലുള്ള പ്രയാസങ്ങൾ അപ്പൊ ഓരോ ജോലികൾ തേടി പുതിയ പുതിയ വഴികളിലേക്ക് മാറി എന്നല്ലാതെ അയറിച്ചു വരുമ്പോഴും അയറിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാത്തിനും അവരെപ്പോഴും തയ്യാറാണ്. അപ്പൊ ഈ ലീഗൽ ടീമിന്റെ കാര്യം പറഞ്ഞപ്പോ ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞ ടീം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് നടത്തുക. അപ്പൊ നമുക്കും ഒരു ലീഗൽ ടീം വേണമല്ലോ. ഈ ലീഗൽ ടീമുമായി നമ്മൾ ഈ ന്യൂട്ടൺസ് ലോവുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് റിവൈവൽ ആക്കാനൊക്കെ തീരുമാനിച്ചെങ്കിലും നമ്മൾ ബൈലോയും മറ്റും ഈ ബൈലോ നമ്മൾ പുറത്തു വിടാത്തത് പബ്ലിക്കായിട്ട് അങ്ങനെ വിടണ്ടാച്ചിട്ടാണ്. ഓരോ ജില്ലയിലും നമ്മൾ ജില്ലാ രീതിയിൽ ഫിസിക്കൽ മീറ്റിംഗ് വിളിക്കും. ആ ഫിസിക്കൽ മീറ്റിംഗിൽ വെച്ച് നമ്മൾ ബൈലോ നിങ്ങൾക്ക് വായിച്ചു തരും. ഞാൻ അതിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു തരാം. ആ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങൾ അയറിച്ച് സൊസൈറ്റിയിലെ ആളുകൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക, ഈ സൊസൈറ്റിയിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തും തൊഴിലും വരുമാനവും തിരിച്ചു കൊണ്ടുവരിക, നിയമപരമായിട്ട് കമ്പനി തിരിച്ചു വരുന്നതിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ പ്രയാസപ്പെട്ട ആളുകൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുക, അതുപോലെ പിന്നുള്ള കോമൺ ആയിട്ടുള്ള രക്തദാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അതും ഇത് മാത്രമേ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇതില് ഒരു ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ പറ്റുന്ന സൊസൈറ്റി അല്ല. ഈ സൊസൈറ്റിനെ പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സൊസൈറ്റികൾ പല രീതിയിലുണ്ട്. ഇത് നമുക്കൊരു ബിസിനസിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റി അല്ല, ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റി അല്ല. ഇതിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പിന്നെ പ്രവർത്തന ഫണ്ടായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വരിസംഖ്യയായിട്ട് വർഷത്തിൽ 100 റുപ്യ, അതിന്റെ പ്രവേശനത്തിന് 100 റുപ്യ, അങ്ങനെ എന്തോ 200 റുപ്യാണ് ഒരു വർഷത്തിന് നമുക്ക് ഇതില് പിന്നെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് തന്നെ ഉള്ളൂ. നമ്മൾ ആരും രീതിയിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ വാങ്ങുന്ന ഒരു സിസ്റ്റം അല്ല എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പോ നമ്മളൊരു ഗൂഗിൾ ലിങ്ക് വിട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കും അതിൽ അപേക്ഷ തരാം. ആ അപേക്ഷ പ്രകാരം ഫിസിക്കൽ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. പിന്നുള്ള കാര്യങ്ങൾ ഈ ലീഗൽ ടീമുമായി നമ്മളിപ്പോ എന്ത് ചെയ്തു, സംസാരിക്കാൻ ഇന്നലെ പോയിരുന്നു. അവരോട് നമ്മളെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അത് കമ്പനിന്റെ കേസും കാര്യങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ കേസും കാര്യം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വക്കീലിനെ വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോവാം. പക്ഷെ മറ്റൊരു വക്കീലിനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഇതൊക്കെ പഠിക്കണം. അപ്പോ നമ്മളെ കമ്പനി ഏൽപ്പിച്ചിട്ടുള്ള അതേ ലീഗൽ ടീമിനെ തന്നെയാണ് സൊസൈറ്റിയും നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ നിർദ്ദേശവും നമുക്ക് കിട്ടിയത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ള ബിനി സാറിനെ സെക്രട്ടറി ആക്കാൻ കാരണം, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ലീഡേഴ്സിന്റെയും പൂർണ്ണ സപ്പോർട്ടും കാര്യവും നമുക്കുണ്ട്. നമ്മൾ അന്ന് പോയ ആളുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഓരോ ജില്ലയിലും ഇതിന്റെ എല്ലാ രീതിയിലുള്ള കമ്മിറ്റി നമുക്ക് വരും എന്നും കൂടി അറിയിക്കുകയാണ്. അതിന് ഫിസിക്കൽ മീറ്റിംഗ് നോമ്പ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും നമ്മൾ അത് വിട്ടുകൊണ്ടിരിക്കും. പിന്നെ ഏതായാലും നല്ല മറുപടികളൊക്കെ വരുന്നുണ്ട്, വന്നോട്ടെ. ഈ പറഞ്ഞ മെസ്സേജ് വിടുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇതില് എന്നോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐറിച്ചിന്റെ മുഖത്ത് മുണ്ടിട്ട് പോയതാ. പക്ഷെ 1.5 കൊല്ലായി ഇപ്പോഴും നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞങ്ങളുള്ളത്. ഞാൻ മനസ്സിലാക്കി നോക്കുമ്പോ നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ ആ ബൾബ് കത്തൂലാണ്. നിങ്ങളാണ് ഞങ്ങളെ കത്തിച്ചു തരുന്നത്. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് ഒരുപാട് നന്ദി ആദ്യം പറയണം. പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഞങ്ങൾ ആയിരത്തിലുള്ള മെമ്പേഴ്സിന് വേണ്ടി നിങ്ങളെ സമയം മെനക്കെടുത്തണ്ട. അതിന് ഞങ്ങൾ തന്നെ വേണ്ട രീതിയിൽ മുന്നിട്ടുണ്ട് എന്നും കൂടി നിങ്ങളെ അറിയിക്കണം. ഓക്കെ. അപ്പോ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞത്, ഇന്ന് ബലാവം സാറിന്റെ ജാമ്യത്തിന്റെ ഒരു കേസിന് നമ്മൾ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് വരുമോ? പക്ഷെ 17ഓളം കേസുകളിൽ ജാമ്യം നിന്ന വ്യക്തിയാണ് ബിനി സാർ. അപ്പൊ എനിക്ക് തോന്നി, ആരെ സെക്രട്ടറി ആക്കിയാലും ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോവാനും അതിന്റെ രൂപം മാറ്റാനും സാധ്യത ഉള്ളതുകൊണ്ട് 17 കേസിന് ജാമ്യം നിന്ന വ്യക്തിക്ക് എന്തായാലും ഇത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. അപ്പോ അത് വെച്ചിട്ട് മാത്രമാണ് ബിനി സാർ സെക്രട്ടറി ആയിട്ടുള്ളത്. അപ്പൊ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയൊന്നും കണ്ടിട്ട് നിങ്ങൾ ആരും ഇതിമേ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഓരോ ജില്ലയിലുള്ള കമ്മിറ്റിയും കാര്യങ്ങളും വരും. നമ്മൾ ഇപ്പൊ തന്നെ 22,500 മേലെ നമ്മൾ ആ ലിങ്കിലൂടെ അപേക്ഷകൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മളെ കമ്പനി നടത്തുന്ന കേസിന് സപ്പോർട്ട് ആയിക്കൊണ്ട്, നമുക്ക് ഒന്നുമില്ലല്ലോ,
നമുക്ക് പറയാനുള്ളത് വളരെ നിഷ്കളങ്കമായി ഈ കമ്പനി ഉള്ള കാലം വരെ നമുക്ക് തന്നിരുന്നതും ഞങ്ങൾ പ്രൊജക്ട് ഇനി ഏറിപ്പോയാൽ നമുക്ക് എന്ത് പറയാം, കമ്പനി നമ്മളിൽ നിന്നും പൈസ നമ്മൾ കൊടുത്ത സമയത്ത് പർച്ചേസ് ചെയ്യാനുള്ള റെഡീം കൂപ്പൺ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് റെഡീം ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഞങ്ങൾ ഓൺലൈൻ ഷോപ്പുകളെങ്കിലും തുറന്നിട്ട് ബാക്കി കമ്പനി നിയമപരമായിട്ട് പിന്നെ കേസ് നടക്കുമ്പോൾ തീരുമാനമാവട്ടെ. നമുക്ക് അതുവരേക്കും നമുക്ക് അരിയും പഞ്ചസാരയും വാങ്ങിക്കൂടെ? ആ കടകളിൽ നമുക്ക് ബില്ല് ചെയ്യാനും ആ സിസ്റ്റത്തിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അനുവാദമെങ്കിലും കോടതിയിൽ നിന്ന് നമുക്ക് ചോദിച്ചൂടെ? ആ ഓൺലൈൻ ഷോപ്പിലോ റീപർച്ചേസിലോ ഒന്നും അല്ലല്ലോ ഇവിടെ സംശയങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടുള്ളത്. ആ ഭാഗം മാറ്റി നിർത്തി നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമെങ്കിലും തരുമോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാമല്ലോ. അതിന് വേണമെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിലോ പോലീസിന്റെ പിന്നെ ഒരു സഹായത്തിലോ ഒരു സ്റ്റാഫിന് വേറെ ഒരു അക്കൗണ്ടും തുടങ്ങി ജനങ്ങൾ അവർക്ക് ഉള്ള റെഡീം കൂപ്പൺ വെച്ച് താൽക്കാലികമായിട്ട് ഭക്ഷണം വാങ്ങി തിന്നൂടെ? റീപർച്ചേസ് കൊണ്ട് ഇൻകം വരുമെന്നുള്ളത് അപ്പൊ കാണാമല്ലോ. 1600 ഷോപ്പിൽ നിന്ന് കച്ചവടം നടത്തിയാല് എങ്ങനെ വരുമാനം കിട്ടുക എന്നുള്ളത് ഓൺലൈൻ ഷോപ്പിൽ മാത്രം തുറന്നെന്നാലും കാണിച്ചു തരാം. അപ്പോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ ലിങ്ക് പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. നമുക്കിതൊന്നും പെട്ടെന്ന് ചെന്നിട്ട് ആൾക്കാരെ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂല. നമ്മളെ ബൈലോല് പറഞ്ഞ പോലെ 200 രൂപ വാങ്ങിയിട്ട് തന്നെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഒരു പിരിവോ കാര്യങ്ങളോ വെച്ച് നമുക്ക് നടത്താൻ പറ്റൂല. കാര്യങ്ങൾ നടത്താനുള്ള ചെലവുകൾക്ക് വേണ്ടി മാത്രമാണത്. അതിനും തന്നെ കുറച്ച് കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ഈ സൊസൈറ്റി നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം തന്നെ ഈ നമ്മളെ അത്തരം കാര്യങ്ങളും ആ വരിസംഖ്യന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് 1 രൂപ പോലും നിങ്ങൾ ഈ ആരെത്തൊന്നും വാങ്ങാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത് എന്നും കൂടി അറിയിക്കുകയാണ്. പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഒരാൾക്ക് അയർച്ച് ഓൺലൈൻ ഷോപ്പിലെ 16 ലക്ഷം ആളുകളിൽ ഒരു വ്യക്തിക്ക് മാത്രം കുറച്ച് ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് എന്നുള്ളൊരു വർത്താനം കേട്ടു. അപ്പൊ ആ വ്യക്തിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഒന്ന് ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്നുള്ളവർക്കാണ് ഒരു സൂം വെക്കുക എന്ന് തീരുമാനിച്ചത്. തികച്ചും നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയായി അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോ ഈ ഒരു ഇതില് പിന്നെ സൂമിൽ വന്നിട്ടുള്ളത്. ഇനി നോമ്പ് കഴിഞ്ഞ ഓരോ ജില്ലയിലും വരും. എല്ലാ ആളുകളും സഹകരിക്കണം. ഇത് നമുക്ക് നമ്മളുടെ നാളെ വരാൻ പോണ ഇപ്പൊ മിഞ്ഞാന്നോ 4 ദിവസം മുമ്പ് നിങ്ങളൊരു ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഓൺലൈൻ ഷോപ്പുകൾ വന്നതോടുകൂടി സാധാരണ കച്ചവടക്കാർ പെരുവഴിയിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രയാസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏത് സാധാരണ കച്ചവടക്കാർക്കും അവരുടെ ഉൽപ്പന്നങ്ങളെ ഓൺലൈനിലൂടെ വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അന്യ രാജ്യത്തുള്ള ആളുകൾ കേരളത്തിലുള്ള പൈസ തൂത്തുവാരി പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലുള്ള പൈസനെ കേരളത്തിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതി കൊണ്ടുവന്ന ഒരുത്തൻ ഇന്ന് ഉള്ളു കൊണ്ടുപോയി കിട്ടുകയാണ്. അത് നമുക്കും നമ്മളെ നാളേക്കുള്ള കാര്യങ്ങളാണ്. ഇന്ന് എല്ലാവരും എല്ലാ കാലവും ഒരേമാതിരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ന് മൊബൈൽ യൂസ് ചെയ്യോ? എല്ലാ ആളുകളും ഒരേമാതിരി തന്നെ കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ന് JCB വിളിക്കുവോ? കാലഘട്ടത്തിനനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരും, ബിസിനസ്സിലും മാറ്റം വരും. അപ്പൊ ആ ബിസിനസ്സിൽ നിയമപരമായിട്ട് മാറ്റങ്ങൾ വരാനുള്ള ഭാഗങ്ങൾ മാറ്റി ഇതിനെ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടത് ചെയ്യണം. അതിനെല്ലാവരും കൂടെ നിൽക്കണം. നമ്മൾ ആർക്കും എതിരല്ല, ആരും നഷ്ടത്തിലേക്കാക്കാനല്ല. ഞങ്ങളുടെ പണം അക്കൗണ്ടിലുണ്ട്. അക്കൗണ്ടിലുള്ള പണം വാങ്ങിത്തരാൻ ഒരുപാട് ആള് വേണ്ട. പക്ഷെ ഈ കമ്പനി വന്നെങ്കിലാണ് ഞങ്ങൾക്ക് പറഞ്ഞ പോലുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് അടച്ചതിന്റെ പകുതി കിട്ടിയിട്ട് കാര്യമില്ല. അടച്ചതിന്റെ ബാക്കി കിട്ടാനോ ഞങ്ങൾക്ക് കിട്ടിന്റെ ബാക്കി കിട്ടാനോ അല്ല. ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ കിട്ടണമെങ്കിൽ കമ്പനി ഇവിടെ വന്ന് ആ ബിസിനസ് ഇവിടെ നിലനിന്ന് പോകണം. കമ്പനിയിൽ വന്ന ന്യൂനത എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് പുറത്തിറക്കാനുള്ള ഓർഡർ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയിക്കാനുള്ളത്. ഞാൻ ഒരുപാട് നീണ്ടുപോയി. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയതുണ്ടെങ്കിൽ ഇനി ബാക്കി സംസാരിക്കുന്നവർ സംസാരിക്കും. ഓക്കെ, താങ്ക് യു, നമസ്കാരം.